അപ്പോൾ നമ്മുടെ ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മുടെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ലേസേഴ്സ് ആണ്. അതിലൊരു ആപ്ലിക്കേഷൻ രണ്ട് ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. എന്താണ്, ഒരു ഹോളോഗ്രാഫിൻ്റെ കാര്യവും പറഞ്ഞു, അതുപോലെ തന്നെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം. സോ ആപ്ലിക്കേഷൻ ഓഫ് ലേസർ. ഓക്കെ, നമ്മളിതിനെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലേസർ വെൽഡിങ്ങിന് നമ്മൾ എന്ത് ചെയ്യും, ലേസർ യൂസ് ചെയ്യും. ഓക്കെ, അതായത് കാർബൺ ഡയോക്സൈഡ്, റൂബി ലേസർ, NDO, EG ലേസർ, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ഹൈ പവർ ലേസറാണ്. അതുകൊണ്ട് ഇത് ഹൈ പവർ ലേസേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലേസർ വെൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് വെൽഡ് ചെയ്യാനായിട്ട് കുറച്ച് ഷോർട്ട് ഡ്യൂറേഷൻ മതി. അതുപോലെ തന്നെ നമുക്ക് ഇൻആക്സസിബിൾ ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ലേസർ വെൽഡിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെൽഡ് ചെയ്യാം. അതുപോലെ തന്നെ ഹൈ ആസ്പെക്ട് റേഷ്യോസ്, അതായത് പെനട്രേഷൻ ഡെപ്ത് ആൻഡ് മെൽറ്റഡ് വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് ഹൈ ആണ്. വെരി ലോ തെർമൽ ഇൻപുട്ട് എനർജി എന്ന് പറഞ്ഞാൽ വെരി ലോ ആണ്. ജോബ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഈസി ആക്സസ് ആണ്. ഹൈ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ലേസർ വെൽഡ്. സം ഓഫ് ദ മെറ്റീരിയൽസ് കോമൺലി യൂസ്ഡ് ഫോർ ലേസർ വെൽഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കാർബൺ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്യാം, അലുമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ്, നിക്കൽ ആൻഡ് ഇറ്റ്സ് അലോയ്സ്, ടൈറ്റാനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ്, കോപ്പർ ആൻഡ് ഇറ്റ്സ് അലോയ്സ്. ദെൻ നമ്മൾ ലേസർ കട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതായത് കാർബൺ ഡയോക്സൈഡ്, NDO, EG ലേസേഴ്സ് ആണ് നമ്മൾ സാധാരണ ലേസർ കട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ലേസർ കട്ടിങ് നമുക്ക് എന്ത് ചെയ്യാം, 60-70% പവറൊക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് വരും. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ടൈറ്റും പാരലും ആയിട്ടുള്ള കട്ടിങ് എഡ്ജസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഹീറ്റ് അഫക്റ്റഡ് സോൺസ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പോസിബിലിറ്റി ടു ഓപ്പറേറ്റ് ഓൺ കോംപ്ലക്സ് പ്രൊഫൈൽസ് ആൻഡ് റെഡ്യൂസ് ടു കർവിംഗ് റേഡിയൻസ്. ആബ്സൻസ് ഓഫ് മെക്കാനിക്കൽ ഡിസ്റ്റോർഷൻസ് ഒന്നും ഉണ്ടാവില്ല. നോ ഇൻഫ്ലുവൻസ് ഓഫ് ഹാർഡ്നെസ് ഓഫ് ദ മെറ്റീരിയൽ. പിന്നെ നമ്മൾ ലേസർ ഡ്രില്ലിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മെഷർമെൻറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂട്ടൻസിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ലേസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലൈറ്റ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ആണ്. നമ്മളതിൽ യൂസ് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ. ഇത് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ലിഡാറിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. അതാണ് ലിഡാറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് ഇതിൽ വരുന്ന ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു പൾസ്ഡ് ലേസർ ബീമാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ SO2 ആൻഡ് NO2. പിന്നെ ഓസോൺ കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഏത് യൂസ് ചെയ്യും, ലിഡാർ യൂസ് ചെയ്യാം. ദെൻ നമുക്ക് മെഡിക്കൽ ഫീൽഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമുക്കറിയാം ഐ സർജറിക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മയോപ്പിയയിൽ നിന്ന് സഫർ ചെയ്യുന്ന പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിന്. ദെൻ ഗാൽ സ്റ്റോൺസും കിഡ്നി സ്റ്റോൺസും ബ്രേക്ക് ചെയ്യാൻ. പിന്നെ ക്യാൻസറസ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ. പിന്നെ ബ്ലഡ്ലെസ് സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലേസേഴ്സ് യൂസ് ചെയ്യണം. ദെൻ ലേസർ പ്ലിൻറ്റേഴ്സ് ഉണ്ട്. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷന് നമ്മൾ എന്ത് ചെയ്യാം, ലേസർ യൂസ് ചെയ്യാം. ആൻഡ് ലേസറിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ വരുന്ന ഹോളോഗ്രാഫിയാണ്. സോ അത് നമുക്ക് കുറച്ച് നോക്കാനുണ്ട്. ഹോളോഗ്രാഫിയിൽ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇതിൽ ലെൻസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റിൻ്റെ 3D ഇമേജ് നമുക്ക് റെക്കോർഡ് ചെയ്യാം ബൈ യൂസിങ് ദ ഇൻ്റർഫറൻസ് പ്രിൻസിപ്പിൾ. അത് ഓർത്തോളം, ഇൻ്റർഫറൻസ് പ്രിൻസിപ്പിൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹോളോഗ്രാഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്, ഇൻ്റർഫറൻസ് പ്രിൻസിപ്പിളാണ്. ആൻഡ് ഇത് കണ്ടുപിടിച്ചത് ആരാണ്, ഡെന്നിസ് ഗാബർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. സോ ഇതിൽ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു മോണോക്രോമാറ്റിക് ആയുള്ള കൊഹറൻറ്റ് സോഴ്സാണ് നമുക്ക് വേണ്ടത്. സോ അത് ഏതാണ്, നമ്മുടെ ലേസറാണ്. നമ്മുടെ ലേസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞാണ് ഇറ്റ് ഈസ് ഹൈലി മോണോക്രോമാറ്റിക് ആൻഡ് കൊഹറൻറ്റ് എന്ന് പറഞ്ഞു. ഇനി ഇത് സെൻസിറ്റീവ് ടു റെക്കോർഡ് ബോത്ത് ഇൻറ്റൻസിറ്റി വേരിയേഷൻ ആൻഡ് ഫേസ് വേരിയേഷൻ. ഓക്കെ, അത് ഇൻറ്റൻസിറ്റി വേരിയേഷനെ റെക്കോർഡ് ചെയ്യും, അതുപോലെ ഫേസ് വേരിയേഷനെ റെക്കോർഡ് ചെയ്യും. അതിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഹോളോഗ്രാഫി നമ്മൾ യൂസ് ചെയ്യുന്നത്. റെക്കോർഡ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഓഫ് എ വേവ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്, ഹോളോഗ്രാഫി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, നോൺ ഡിസ്ട്രിബ്യൂട്ടീവ് ടെസ്റ്റിങ്ങിൽ ഹോളോഗ്രാഫി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡൈനാമിക് എയറോസോൾ ക്യാമറസിലും കമ്പ്യൂട്ടർ മെമ്മറീസിലൊക്കെ നമ്മൾ ഹോളോഗ്രാഫി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇത് നോക്കാനുണ്ട്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെയൊക്കെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള സാധനമാണ്. ഇവിടെ നോക്കാം. For the helium neon lasers at 2 meter and 4 meter distances from the laser, the output beam spot diameters are 2 mm and 3 mm. Calculate angle of divergence. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ തുടക്കത്തിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേസേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അതിൽ A2 A1 എന്നും പറഞ്ഞ എന്തുവാണ്, നമ്മുടെ ഡയമീറ്റർ അതായത് ഇവിടെ പറയുന്നതാണ്, ഒരു ലേസർ ഉണ്ടല്ലേ, ആ ലേസറിൽ നിന്നും ലേസർ ബീം ഇങ്ങനെ വരുവാണ്. സോ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ A1 എന്ന് പറയുന്ന ഈ ഒരു D1 എന്നാണ് കേട്ടോ ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, 2 മീറ്ററും 4 മീറ്ററും ഫ്രം ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. സോ D1 പറയുന്നുണ്ട്, D2 പറയുന്നുണ്ട്. ഓക്കെ, D1 എത്രയാണ് പറയുന്നത്, 2 മീറ്ററും D2 എന്ന് പറയുന്നത് 4 മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഓരോ പോയിന്റിലും ലേസറിൻ്റെ സ്പോട്ടിൻ്റെ ആ ഒരു ബീം സ്പോട്ടിൻ്റെ ഡയമീറ്റർ പറയുന്നുണ്ട്. ഡയമീറ്റർ എത്രയാണ് പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് ഈ D1 ഡിസ്റ്റൻസിൽ
2 mm ആണ് ഡയമീറ്റർ ആൻഡ് D2 ഡിസ്റ്റൻസിൽ വരുമ്പോഴത്തേക്കും 3 mm ആണ് അവിടുത്തെ ഡയമീറ്റർ. സോ ഡയമീറ്റർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A2 ആൻഡ് A1 A1ഉം A2ഉം തന്നിട്ടുണ്ട്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ആംഗിൾ ഓഫ് ഡൈവേർജൻസ് ആണ്. ആംഗിൾ ഓഫ് ഡൈവേർജൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? phi is equal to A2 minus A1 divided by 2 into D2 minus D1. നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ, A2ഉം A1ഉം 3ഉം 2ഉം ആണ്. സോ ഇൻറ്റു 10⁻³ ചെയ്തുകൊണ്ടാണ് D2ഉം D1ഉം ഇൻ മീറ്റേഴ്സ് ആയതുകൊണ്ട്. ഇതെന്ന് പറഞ്ഞാൽ MM-ലാണ് തന്നിരിക്കുന്നത്. സോ അതിനെ മീറ്ററിലോട്ട് ആക്കാനായിട്ട് ഇൻറ്റു 10⁻³ ആൻഡ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു D2ഉം D1 എത്രയാണ്? 4ഉം 2 ആയിരുന്നു. സോ ആൻസർ നമുക്ക് വരുന്നത് എത്രയാണ്? 0.25 ഇൻറ്റു 10⁻³ റേഡിയനിലാണ് ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A ruby laser emits pulse of 20 numbers duration with the average power per pulse being 100 kilowatt. If the number of photons in each pulse is 6.981 into 10⁻15, calculate the wavelength of photon. Okay. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? പവർ എന്ന് പറയുന്നത് N×h ആണ്. അതിൽ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് എത്രയാണെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് 20 നമ്പേഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ, 20 നമ്പേഴ്സ്. ബട്ട് അത് നമ്മൾ ഓർക്കണം, നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ ഇത്ര സമയം, എത്ര സമയമാണെന്നും ടൈം എത്രയാണ് പറയുന്നത് 20 ഇൻറ്റു 10⁻⁹ സെക്കൻഡാന്ന് പറയുന്നുണ്ട്. സോറി, അല്ല, നമ്പർ ഓഫ് ഫോട്ടോൺസ് എത്രയാണ്, അത് എത്രയാണ്? 20 നമ്പേഴ്സ്. ഒന്നുകൂടെ പറയാം. ഇവിടെ ഫസ്റ്റ് തന്നേക്കുന്നത് എന്താണ്? റൂബി ലേസർ എമിറ്റ്സ് ദ പൾസ് ഓഫ് 20 നമ്പേഴ്സ് ഡ്യൂറേഷൻ. സോ നമ്മുടെ 20 നമ്പേഴ്സ് അല്ല, എ റൂബി ലേസർ എമിറ്റ്സ് പൾസ് ഓഫ് 20 നാനോസെക്കൻഡ് ഡ്യൂറേഷൻ. സോ നാനോ സെക്കൻഡ് ആണ് കേട്ടോ. നാനോ എന്ന് പറയുമ്പോഴത്തേക്കും 10⁻⁹ സെക്കൻഡാണ്. സോ 20 ഇൻറ്റു 10⁻⁹ സെക്കൻഡ്, അത്രയും ടൈമാണ്. ഓക്കെ. അപ്പോൾ ഒരു റൂബി ലേസറിന് എത്രയാണ് പൾസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 10⁻⁹ സെക്കൻഡാണ്. ദെൻ അത് കഴിഞ്ഞ് പറയുന്നത് ആവറേജ് പവർ പെർ പൾസ്. ആവറേജ് പവർ എത്രയാണ്? ഇറ്റ് ഈസ് 100 kW. ഓക്കെ, 100 kW ഓരോ പൾസിലും ഉണ്ടാകുന്ന ആവറേജ് പവർ. അങ്ങനെ നമുക്ക് എത്ര നേരമാണുള്ളത്? 20 ഇൻറ്റു 10⁻⁹ സെക്കൻഡാണുള്ളത്. സോ പി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇക്വേഷനിൽ പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പവറാണ്. ടോട്ടൽ പവർ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ ആവറേജ് പവർ ഡിവൈഡഡ് ബൈ ടൈം. സോറി, ടോട്ടൽ പവർ അല്ല, നമുക്കിപ്പോൾ ആവറേജ് പവർ തന്നിരുന്നാൽ അവിടുത്തെ പി എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇക്വേഷനിൽ പി എന്ന് ഉദ്ദേശിക്കുന്നത് പവർ ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഇത്ര kW/s എന്ന് നമ്മൾ പറയത്തില്ലേ, അത് ഒരു സെക്കൻഡിൽ എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് പി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ. സോ 100 kW ഇൻ 20 ഇൻറ്റു 10⁻⁹ സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്രയായിരിക്കും നമ്മൾ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ, അതാണ് പി എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നെന്താ പറഞ്ഞത്? ഇഫ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻ ഈച്ച് പൾസ് ഈസ്, അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? P is equal to N into H nu ആണ്. ന്യൂ എന്ന് പറയുന്നത് എന്താണ്? N into H into ന്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം C is equal to nu lambda ആണല്ലോ. അത് C എന്ന് എന്താണ്? വേവ് ലെങ്ത്, സോറി, ഒരു ലൈറ്റിൻ്റെ എന്താണ് ലൈറ്റിൻ്റെ വെലോസിറ്റി ഇൻ വാക്വം. സോ നമുക്ക് ഇവിടെ നിന്ന് ന്യൂ എന്ത് എഴുതാം? C/λ. സോ അത് നമുക്ക് എഴുതാം C/λ. അപ്പം N എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.981. അത് ഇവിടെ തന്നിട്ടുണ്ട്. H എന്ന് പറഞ്ഞാൽ 6.62. H എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതായത് 6.62 ഇൻറ്റു 10⁻⁻34. C എന്ന് പറഞ്ഞാൽ വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി ആണ് 3 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ എന്താണ്? പി. നമുക്ക് ലാംഡയല്ലേ വേണ്ടത്. സോ ഡിവൈഡഡ് ബൈ പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? പി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡിൽ എന്തുമാത്രം പവർ പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് പി എന്നാണ്. സോ 100 kW ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 10⁻⁹ സെക്കൻഡ്. സോ ഇത് ചെയ്യുമ്പോഴേ 2.77 ഇൻറ്റു 10⁻12 മീറ്റർ എന്ന് കിട്ടും.
ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ലാംഡ ഈസ് ഈക്വൽ ടു mch/p എന്ന് എഴുതി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദെൻ ഇനി നമ്മൾ കുറച്ച് എന്താണ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അതായത് എനി ആറ്റം ദാറ്റ് ഹാസ് എ ഫൈനൈറ്റ് പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ടൈം ഓഫ് അബ്സോർപ്ഷൻ ഹാസ് ആൻ ഈക്വൽ പ്രോബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ദിസ് ഈസ് കോൾഡ് ഐൻസ്റ്റീൻസ് റിലേഷൻ. അതായത് ഐൻസ്റ്റീൻസ് റിലേഷൻ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ്, ഏതെങ്കിലും ഒരു ആറ്റം അതിനെന്താണ് അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഫൈനൈറ്റ് പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ടൈം ഓഫ് അബ്സോർപ്ഷൻ ഹാസ് ആൻ ഈക്വൽ പ്രോബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അതിനെന്തുണ്ട്, സ്റ്റിമുലേറ്റഡ് എമിഷനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതാണ് എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു B1 = B2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ 2 photons ആർ കൊഹറൻറ്റ് വിത്ത് വെൻ ദേ ഗീവ് ലൈറ്റ് വേവ്സ് ഓഫ് സെയിം വേവ് ലെങ്ത് ആൻഡ് കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ്. അപ്പോൾ 2 ഫോട്ടോൺസ് കൊഹറൻറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്, ആ 2 ലൈറ്റ് വേവ്സിൻ്റെയും വേവ് ലെങ്തും അതിൻ്റെ ഫേസ് ഡിഫറൻസും സെയിം ആയിരിക്കണം. ആൻഡ് ഗ്യാസ് ലേസേഴ്സിൽ നമ്മൾ ലേസിംഗ് മീഡിയം എന്താണ്, ഗ്യാസ് ആണ്. ഗ്യാസ് ലേസേഴ്സിലെ ലേസിംഗ് മീഡിയം ഗ്യാസ് ആണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി പവർഫുള്ളാണ്. മോളിക്കുലാർ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ആർഗൺ, അയോണ്, HNE അതെന്ന് പറഞ്ഞാൽ അറ്റോമിക്. ഓക്കെ, അപ്പോൾ മോളിക്കുലാർ ലേസേഴ്സ് ഉണ്ട്, അയോണിക് ലേസേഴ്സ് ഉണ്ട്, അറ്റോമിക് ലേസേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മോളിക്കുലാർ ലേസറാണ്. ആർഗൺ എന്ന് പറഞ്ഞാൽ അയോൺ ലേസറാണ്. HNE എന്ന് പറഞ്ഞാൽ അറ്റോമിക് ലേസറാണ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ദെൻ ഇത് നമ്മൾ ഓർക്കണം, വാട്ട് ഈസ് എ ജനറൽ ലൈഫ് ടൈം ഓഫ് എൻ ആറ്റം ഇൻ എൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്രയെന്നാണ്, ദാറ്റ് ഈസ് 10⁻⁸ സെക്കൻഡ്. നമ്മൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ എത്രയായിരുന്നു, 10⁻³ സെക്കൻഡ് ആയിരുന്നു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ. ആൻഡ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്രയാണ്, ദാറ്റ് ഈസ് 10⁻⁸ സെക്കൻഡ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഔട്ട്പുട്ട് ഓഫ് എ ലേസർ ഹാസ് പൾസ് ഡ്യൂറേഷൻ ഓഫ് 20 millisecond. ഓക്കെ, പൾസ് ഡ്യൂറേഷൻ പറയുന്നത് എത്രയാണ്, അത് ടിയുടെ വാല്യൂ ടൈം തന്നിട്ടുണ്ട് 20 millisecond. ആൻഡ് ആവറേജ് ഔട്ട്പുട്ട് പവർ തന്നിട്ടുണ്ട് 1.75 പെർ പൾസ്. ഓക്കെ, ഓരോ പൾസിലും 1.75. ഹൗ മച്ച് എനർജി ഈസ് റിലീസ്ഡ് പെർ പൾസ് ഇഫ് വേവ് ലെങ്ത് ഓഫ് 5890 ആംസ്ട്രോം. അത് ജസ്റ്റ് വെറുതെ ഈ ഒരു വാല്യൂ വെറുതെ തന്നേക്കുന്നതാണ്. നമുക്ക് എനർജി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്, എനർജി എന്ന് പറയുന്നത് ഈക്വൽ ടു ഇറ്റ് ഈസ് പവർ ഇൻറ്റു ടൈം ആണ്. ഓക്കെ, പവർ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരുന്നത് 1.75 watt പെർ പൾസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇൻറ്റു എത്രയാണ് ടൈം എന്ന് പറയുന്നത് 20 millisecond ആണ്. സോ 10⁻³ സെക്കൻഡ്. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും 0.035 ജൂൾ. ആൻസർ വരുന്നത് ജൂളിലാണ് നമുക്കത് കിട്ടുന്നത്. Then, which material is used for cooling of the ruby rod for different continuous operation? For efficient continuous operation. അപ്പോൾ റൂബി റോഡിൻ്റെ കണ്ടിന്യൂസ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് കൂളിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏതാണ്, ലിക്വിഡ് നൈട്രജൻ ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ റൂബി ലേസേഴ്സിനെ പറ്റി പറഞ്ഞു അല്ലേ, അപ്പോൾ അതിൽ കൂളിംഗ് ഏജൻ്റ് ആയിട്ട് ഏതാണ് വരുന്നത്, ലിക്വിഡ് നൈട്രജൻ ആണ് യൂസ് ചെയ്യുന്നത്. then ഇവിടെ നോക്കാം, ഇൻ എ ലേസർ യൂണിറ്റ് ലേസർ ബീം ഓഫ് വേവ് ലെങ്ത് 6328 ആംസ്ട്രോം ഈസ് എമിറ്റഡ്. ഓക്കെ, ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട് 6328. ഹൗ മെനി ഫോട്ടോൺസ് ആർ എമിറ്റഡ് പെർ യൂണിറ്റ് സെക്കൻഡ് ഇഫ് ഔട്ട്പുട്ട് പവർ ഈസ് 1 milliwatt. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി നമ്മൾ കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ എനർജി കണ്ടുപിടിക്കുക. എന്താണ്, പവർ ഇൻറ്റു ടൈം. നമ്മൾ നേരത്തെ കണ്ടതാണ് 1 milliwatt ആണ് നമ്മളിവിടെ പറഞ്ഞത്. സോ 1 × 10⁻³ watt ഇൻറ്റു ടൈം എത്രയാണ്, 1 second ആണ് നമ്മൾ അങ്ങ് എടുക്കുന്നു. ഓക്കെ, ഹൗ മെനി ഫോട്ടോൺസ് ആർ എമിറ്റഡ് പെർ എ യൂണിറ്റ് സെക്കൻഡ് എന്നാണ് ചോദിക്കുന്നത്. സോ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 second. സോ 10⁻³ ജൂൾ എന്ന് കിട്ടി. ഇത് നമുക്കറിയാം എമിറ്റ് ചെയ്ത ഫോട്ടോൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ h × ന്യൂ ആണ്. സോ hc/λ. എച്ചിൻ്റെ വാല്യൂ അറിയാം, സിയുടെ അറിയാം, ലാംഡ അറിയാം. സോ അത് ചെയ്യുമ്പോഴത്തേക്കും എനർജി ഓഫ് ഫോട്ടോൺ കിട്ടും. ആൻഡ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, എന്തുമാത്രം ഫോട്ടോൺസ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ടോട്ടൽ എനർജി ഇത്രയാണ് അല്ലേ, അതിൽ ഇറങ്ങിപ്പോയ ഫോട്ടോൺസിൻ്റെ എനർജി ഇവിടെ പറയുന്നുണ്ട് ഇത്രയാണെന്ന്. സോ അതിനെ രണ്ടിനെയും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടെ എന്തുമാത്രം ഫോട്ടോൺസ് എമിറ്റ് ആയെന്ന് കിട്ടും. Then a certain ruby laser emits 1 joule pulses of light whose wavelength is 694 nanometer. What is the minimum Cr3+ ions in the ruby? ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, 1 joule പൾസാണ് അവിടെ എന്ത് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ
1 ജൂൾ പെർ se എമിറ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഹൂസ് വേവ് ലെങ്ത് എത്രയാണ് 694 എന്ന് പറയുന്നുണ്ട്. സോ നമ്മുടെ ഫോട്ടോണിൻ്റെ എനർജി എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. എത്രയാണ്? hc/λ ആണ് നമ്മുടെ ഇക്വേഷൻ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോട്ടോണിൻ്റെ എനർജിയാണ്. ഇത് ടോട്ടൽ എനർജിയാണ് എന്ത് പറയുന്നത് അവിടെ നിന്ന് 1 ജൂളാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താ നമ്പർ ഓഫ് മിനിമം Cr3+ അയോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ഫോട്ടോൺസിൻ്റെ വാല്യൂ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്പർ ഓഫ് ഫോട്ടോൺസ് കണ്ടുപിടിക്കുന്നത് എന്താണ്? ടോട്ടൽ എനർജി ഡിവൈഡ് ബൈ എനർജി ഓഫ് 1 ഫോട്ടോൺ. അത് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? നമുക്ക് നമ്പർ ഓഫ് ഫോട്ടോൺസ് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ സെമി കണ്ടക്ടർ ലേസർ ഹാസ് എ പീക്ക് എമിഷൻ വേവ് ലെങ്ത് ഓഫ് 1.24 മൈക്രോമീറ്റർ. ഓക്കെ, വാട്ട് ഈസ് എ ബാൻഡ് ഗ്യാപ്പ് എനർജി ഇൻ ദ ഇലക്ട്രോൺ? അപ്പോൾ ബാൻഡ് ഗ്യാപ്പ് എനർജി കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്ത് തന്നെയാണ്? hν തന്നെയാണ്. അപ്പോൾ hc/λ എന്ന് എഴുതാം. ആൻഡ് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വോൾട്ടിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. സോ നമുക്ക് ആദ്യം എന്താണ് hc/λ നമുക്ക് കിട്ടുന്നത് എന്താണ്? ജൂളിലാണ് നമുക്ക് കിട്ടുന്നത്. സോ 15.96 × 10⁻20. ഇനി ഈ ജൂളിനെ എന്ത് ചെയ്യണം? നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.6 × 10⁻19 ജൂളാണ്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ജൂൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എന്ത് എഴുതാം? 1 ജൂൾ എന്ന് പറയുന്നത് എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ 1.6 × 10⁻19 ഇലക്ട്രോൺ വോൾട്ടാന്ന് പറയാം. നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന 15.96. സോ ഇൻറ്റു 15.96 × 10⁻20 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. സോ 0.99 എന്നാണ് കിട്ടുന്നത്. നമ്മൾ അതിൻ്റെ അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട് എന്നായിട്ട് എടുത്തു. ഇനി നമുക്കിവിടെ വേണ്ടത് സ്പോണ്ടേനിയസ് എമിഷനെയും സ്റ്റിമുലേറ്റഡ് എമിഷനും നമ്മളൊരു കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമുക്ക് എപ്പോഴും കൊഹറൻറ്റ് റേഡിയേഷൻ നമുക്ക് കിട്ടുന്ന ഏതിൽ നിന്നാണ്? സ്റ്റിമുലേറ്റഡ് എമിഷനിലാണ് കൊഹറൻ്റ് ആയിട്ടുള്ള റേഡിയേഷൻ കിട്ടുന്നത്. സ്പോണ്ടേനിയസ് എമിഷനിൽ ഇൻകൊഹറൻറ്റ് റേഡിയേഷൻ ആണ്. ഇനി സ്റ്റിമുലേറ്റഡ് നമ്മൾ ഇവിടെ നോക്കുന്ന എല്ലാം നമ്മുടെ ലേസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ മതി. ലേസർ എന്താണ്? കൊഹറൻ്റ് ആണ് വരുന്നത് അല്ലേ? അപ്പോൾ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഇൻകൊഹറൻ്റ്. ലേസറിൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു. സോ സ്പോണ്ടേനിയസിൽ ലോ ഇൻറ്റൻസിറ്റി. മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് ലേസർ എന്ന് പറഞ്ഞാൽ. മറ്റേതാണെങ്കിലോ പോളിക്രോമാറ്റിക്. ഇനി സ്റ്റിമുലേറ്റഡ് എമിഷനിൽ വരുമ്പോഴത്തേക്ക് എന്താണ്? നമ്മൾ ആ ഒരു ഫിഗർ ഓർക്കുന്നത് നന്നായിരിക്കും. സ്റ്റിമുലേറ്റഡ് എമിഷനിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഫിഗർ വരുന്നത്. hν എന്ന് പറഞ്ഞൊരു റേഡിയേഷൻ വരും. ആൻഡ് ഇവിടെ നിന്ന് 2 ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. hν ഔട്ട്. സോ നമുക്കിവിടെ എത്ര കിട്ടി? 2 ഫോട്ടോൺസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. 1 ഫോട്ടോൺ ഈസ് റിലീസ്ഡ്. ഇത് ഡയറക്ഷണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലേസറിന് ഹൈ ആണ്, ബട്ട് ഇതിന് ലെസ് ആണ്. ഇനി മോർ ആംഗുലർ സ്പ്രെഡ് ഡ്യൂറിങ് പ്രൊപ്പഗേഷൻ ഏതാണ്? സ്പോണ്ടേനിയസിൽ. ഇതിലാണെങ്കിൽ ലെസ് ആണ്. ലൈറ്റ് ഫ്രം സോഡിയം എന്ന് പറയുന്നതാണ് സ്പോണ്ടേനിയസ് എമിഷൻ എക്സാമ്പിൾ. ലേസറാണ് നമ്മുടെ സ്റ്റിമുലേറ്റഡ് എമിഷന് എക്സാമ്പിൾ വരുന്നത്. സോ ഇതോടെ നമ്മുടെ ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.